ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ KWന്റെ ഫിസിക്സിൽ വരുന്ന PYQ അതായത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, if the percentage error in radius is 1% and the percentage error in the length is 3%, what is the percentage error in calculating the volume of a cylinder? അപ്പോൾ നമുക്ക് റേഡിയസിൽ വന്നിരിക്കുന്ന പെർസെന്റേജ് എറർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലെങ്ത്തിൽ വരുന്ന പെർസെന്റേജ് എററും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എത്രത്തോളമാണ് ആ ഒരു സിലിണ്ടറിന്റെ കേസിൽ വോളിയത്തിൽ വരുന്ന പെർസെന്റേജ് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് സിലിണ്ടർ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ സ്പിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യൂബ് ആയിരിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 5% ആണ് നമുക്ക് ആ ഒരു വോളിയത്തിൽ വരുന്ന പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് റേഡിയസ് തന്നിട്ടുണ്ട് അല്ലെ, പെർസെന്റേജ് എറർ ഇൻ റേഡിയസ് തന്നത് 1% ആണ്. സിമിലർലി ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്, 3% ആണ്. ഇപ്പൊ ഒരു സിലിണ്ടറിന്റെ വോളിയം എന്താണ്, V is equal to pi r square L ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, പെർസെന്റേജ് എറർ ആണ്. അപ്പൊ del V ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ പറയുന്ന pi r square L നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ 2 into del r square അല്ലേ, അപ്പൊ 2 into del r പ്ലസ് L നെ എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, del L വരും. അപ്പൊ ഈ വാല്യൂസ് ഞാൻ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ 2 into 1% പ്ലസ് del L എന്ന് പറയുന്നത് എന്താണ്, 3% ആണ്. അപ്പൊ 2 into 1 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് 3, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പെർസെന്റേജ് എറർ ഇൻ വോളിയത്തിൽ വരുന്നത് എത്രയാണ്, 5% ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, a particle moves with a velocity 3 meter per second towards east for a time t. ഒരു പാർട്ടിക്കിള് ഒരു 3 meter per second വെലോസിറ്റിയിൽ t ടൈമില് ഈസ്റ്റിനെ നോക്കി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരെണ്ണം, അതായത് ഒരു 2 meter per second വെലോസിറ്റിയിൽ ടൈം 2t നോർത്തിനെ നോക്കി മൂവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ടോട്ടൽ അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് വെലോസിറ്റി 3 meter per second, ടൈം t ആണ്. സെക്കൻഡിൽ വരുന്നത് 2 meter per second വെലോസിറ്റിയും ടൈം എന്ന് പറയുന്നത് 2t ആണ്. ഓക്കെ, സോ ദ ആൻസർ 5B ആണ് വരുന്നത്. 5/3 meter per seconds ആണ്. ഓക്കെ, 5/3 meter per seconds. നമുക്ക് ആവറേജ് വെലോസിറ്റി 5/3 meter per seconds. കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, 3 meter per seconds t ടൈമിൽ ടുവാർഡ്സ് ഈസ്റ്റ് ആണ്. അതേപോലെ തന്നെ 2 meter per seconds 2t ടൈമിൽ അലോങ് നോർത്ത് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 3t² പ്ലസ് 4t², 3 into t ടൈം എന്ന് പറയുന്നത് t ആണ്. അതുപോലെ 4 into t അല്ലെ, 4 എന്ന് പറയുന്നത് എന്താണ്, 2 into 2 ആണ് വരുന്നത്. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ടൈം, അപ്പൊ 4 into t² ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്താണ്, t plus 2t ആണ്. അപ്പൊ 3t² എന്ന് പറഞ്ഞാൽ എന്താണ്, 9t² വരും, പ്ലസ് 4t ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16t² ആണ്. അപ്പൊ 9 plus 16 എന്ന് പറയുന്നത് എത്രയാണ്, 25 ആണ് അല്ലെ. 25 വരുന്നുണ്ട്, പ്ലസ് t² എന്ന് വരുന്നുണ്ട് നമുക്ക്. സോ 25t² ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25t² എന്ന് പറയുന്നത് നമുക്ക് എന്താ വരുന്നത് നോക്കൂ, 5t വരും അല്ലെ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 5t ഡിവൈഡഡ് ബൈ 3t ആണ്. t ക്യാൻസൽ ചെയ്താൽ എനിക്ക് വരുന്നത് ആവറേജ് വെലോസിറ്റി 5/3 meter per second ആണ് വരുന്നത്. ഓക്കെ, find the torque of a force 2I plus 2J plus 5K above the origin. The force acts on the particle whose position vector is I minus J plus 2K. അപ്പോൾ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ r നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ടോർക്ക് ആണ്. ഓക്കെ, സോ ദ ആൻസർ -9I plus -J plus 4K ആണ്. -9I minus J plus 4K ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, സിമിലർലി റേഡിയസ് തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷന്റെ ഡിറ്റർമിനന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ടൗ is equal to IJK കൊടുത്തു. ദെൻ ഫസ്റ്റ് ഞാൻ r ന്റെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. r എന്ന് പറയുന്നത് എന്താണ്, 1 - 1 2 ആണ്. സോ 1 - 1 2 കൊടുത്തു. ദെൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 2 2 5 2 2 5 ആണ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. -1 into 5 എന്ന് പറയുന്നത് -5 മൈനസ് 2 into 2 4. So 4 minus 5 minus 4j plus 2 plus 2k. അപ്പൊ വരുന്നത് എത്രയാണ്, -9I minus j plus 4k ആണ് വരുന്നത്. ഓക്കെ,
A body weighs 15 Newton on the surface of the earth. എർത്തിന്റെ സർഫേസിൽ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 15 ന്യൂട്ടൺ ആണ്. What is the gravitational force on it due to the earth at a height equal to the half of the radius of the earth? അപ്പോൾ സർഫേസ് ഓഫ് ദ എർത്തിൽ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 15 ന്യൂട്ടൺ ആണ്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു എർത്ത് കാരണം വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എവിടെ വെച്ചിട്ടുള്ളതാണ്? ഒരു അറ്റ് ഹൈറ്റ്, അതായത് എർത്തിന്റെ റേഡിയസിന്റെ ഹാഫ് ആണ് അതിന്റെ ഹൈറ്റ് എങ്കിൽ അവിടെ വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു ബോഡിയിലേക്ക് വരുന്നത്. ഓക്കെ, സോ ദ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 22 ന്യൂട്ടൺ ആണ് നമുക്ക് വരുന്ന ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. So നോക്കൂ, weight of the body എന്താണ്? W is equal to 15 Newton ആണ് വരുന്നത്. So the acceleration due to gravity at height x from the earth's surface is given by g dash is equal to g by 1 plus h by re whole square ആണ്. അതിൽ g re എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദ എർത്തും g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ എർത്ത് സർഫേസും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ h ന് പകരം നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? അടുത്ത കണ്ടീഷനിൽ വരുന്നത് re/2 ആണ്. അതായത് എർത്തിന്റെ റേഡിയസിന്റെ ഹാഫ് എന്നുള്ള രീതിയിലാണ് ഹൈറ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, h is equal to re/2 കൊടുക്കണം. സോ g dash is equal to, ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കൂ. ദാറ്റ് is equal to m into 4/9 into g ആണ് വരുന്നത്. സോ 4/9 into w കൊടുത്താൽ മതി. w യുടെ വാല്യൂ എത്രയാണ്? 50 ആണ്. സോ w is equal to നമുക്ക് എത്ര വരുന്നത്? വെയിറ്റ് 22 ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is correct for adiabatic process? Adiabatic processനെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ പ്രത്യേകിച്ച് ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. നോ ടെമ്പറേച്ചർ ചേഞ്ച്, അത് പറ്റില്ല. സ്ലോ പ്രോസസ് അല്ല, അഡിയാബാറ്റിക് എന്ന് പറയുന്നത് ഫാസ്റ്റ് പ്രോസസ് ആണ്. സോ 1 ഉം 4 ഉം ആണ് കറക്റ്റ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Adiabatic process, it is the type of thermodynamic process in which no heat flow between the system and surrounding. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ പ്രത്യേകിച്ച് ഹീറ്റ് ഫ്ലോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ എന്തെന്ന് പറയാം? അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, സോ ഇൻ ദിസ് പ്രോസസ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ മേക്ക് ചേഞ്ച് വിത്ത് ടൈം. അല്ലേ, ടൈമിനനുസരിച്ച് ടെമ്പറേച്ചറും പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓപ്ഷൻ 2 നോ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. സോ ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. Okay, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, at what distance, okay, from the mean position is the kinetic energy in a simple harmonic oscillator equal to potential energy? Okay, ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്നത് ഏത് ഡിസ്റ്റൻസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് എന്നാണ്, മീൻ പൊസിഷനിൽ നിന്നും ഏതൊരു ഡിസ്റ്റൻസിലാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഈക്വൽ ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. a/√2 ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കൂ, എക്സിനെ ഞാൻ ആ ഒരു കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആവുന്ന ആ ഒരു ടൈമിനെ ഞാൻ എക്സ് എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു SHM വരുന്ന സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ വരുന്നത്? ഹാഫ് mv² ആണ്. സോ ഹാഫ് ഇൻറ്റു m ഒമേഗ സ്ക്വയർ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് ആണ് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ്. സോ ഹാഫ് mw² എക്സ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അറ്റ് x is equal to ആ ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ k is equal to pe ആണ് വരുന്നത്. സോ ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ is equal to ഹാഫ് m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്താൽ എനിക്ക് റിമൈനിങ് എന്താ വരുന്നത്? a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ is equal to എക്സ് സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് x ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? a/√2 ആണ് കിട്ടുന്നത്. ഓക്കെ, what is the force needed to lift a car if a force 50 Newton is applied to a smaller piston of radius 5 cm? The radius of the larger piston is 15 cm. അപ്പൊ നമുക്ക് ഒരു കാർ ലിഫ്റ്റ് ചെയ്യുന്നതിന് എത്രത്തോളം ഫോഴ്സ് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു 15 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ സ്മോളർ പിസൺ റേഡിയസ് 5 സെന്റിമീറ്റർ ഉള്ളതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാർജർ പിസന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫോഴ്സിന്റെ ലിഫ്റ്റ് ചെയ്യാൻ എത്രത്തോളം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 450 ന്യൂട്ടൺ ആണ് നമുക്ക് ആവശ്യം വരുന്ന ഫോഴ്സ് ആ കാറിനെ ലിഫ്റ്റ് ചെയ്യിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പാസ്കൽസ് ലോ അനുസരിച്ച് P1 ഈക്വൽ ടു P2 ആണ്. ദാറ്റ് ഈസ് F1/A1 ഈക്വൽ ടു F2/A2. കാരണം നമുക്ക് രണ്ട് പിസ്റ്റൺ വരുന്നുണ്ട് അല്ലേ. സോ F1/πr² ഈക്വൽ ടു F2/πr² ആണ് വരുന്നത്. സോ F2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ F1/πr1² into πr2² വരും.
അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F1 നമുക്ക് തന്നിട്ടുണ്ട് 50 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R1 എന്ന് പറയുന്നത് 5 ആണ്. സോ 5 സ്ക്വയർ ഇൻറ്റു പൈ ഇൻറ്റു 15 സ്ക്വയർ ആണ്. പൈ ക്യാൻസൽ ആയി. ഇവിടെ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ 15 എനിക്ക് 25 എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. സോ 2 ഇൻറ്റു 15 സ്ക്വയർ എന്ന് പറയുന്നത് 225. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 450 ന്യൂട്ടൺ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. The resistance of the carbon resistor with the color code red, yellow, red and gold. Okay, നമുക്ക് ഈ പറയുന്ന കളർ കോഡ് റെഡ്, യെല്ലോ, റെഡ് ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞതിൽ വരുന്ന ആ ഒരു ടോളറൻസ് ഗോൾഡോടെ വരുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റേഞ്ച് ഫ്രം 2280 to 2520 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് കോഡൊക്കെ അറിയാം അല്ലെ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 0 ആണ്, ബ്രൗൺ എന്ന് പറഞ്ഞാൽ 1 ആണ്, നമുക്ക് ഇതൊക്കെ അറിയുന്നതാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റെഡ്, യെല്ലോ, റെഡ് ആൻഡ് ഗോൾഡ് ആണ്. ഓക്കെ, റെഡിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ 2. യെല്ലോ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ അഗൈൻ 4. ദെൻ റെഡ് എത്ര സീറോസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? 2 സീറോസ്. അപ്പൊ 2400 കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 5% ആണ്. സോ ഗോൾഡ് ആഡ് ചെയ്തു. അപ്പൊ ഈ പ്ലസ് ഓർ മൈനസ് 5% എന്ന് പറയുന്നത് 120 ആണ്. സോ 2400 പ്ലസ് 120 വരും ഒരു വാല്യൂ. ദെൻ റേഞ്ച് അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 2400 മൈനസ് 120 അതാണ് നമുക്ക് വരുന്ന 2280 ഓം മുതൽ 2520 ഓം വരെ നമുക്ക് വരുന്നത്. ഓക്കെ. The capacitance of a parallel plate capacitor is 10 microfarad. What happens to the capacitance if the distance between the plates is reduced by half and the medium between the plate is filled with a medium of dielectric constant 6? അപ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്റൻസ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 മൈക്രോഫാരഡ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ആ ഒരു ഡിസ്റ്റൻസ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയും അവയ്ക്ക് ബിറ്റ്വീൻ ആയിട്ട്, ആ രണ്ട് പ്ലേറ്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 വാല്യൂ വരുന്നത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിൽ എന്ത് വാല്യൂ ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 120 മൈക്രോഫാരഡ് ആണ് നമുക്ക് പുതിയ കപ്പാസിറ്റൻസ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, C1 ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ A ബൈ D ആണ് വരുന്നത്. അതാണ് നമുക്ക് 10 മൈക്രോഫാരഡ് തന്നിരിക്കുന്നത്. C2 ൽ നമുക്ക് ചില കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഒന്ന്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് ആയിട്ടുണ്ട്. അപ്പൊ K ഇൻറ്റു എപ്സിലോൺ നോട്ട് A ബൈ D ബൈ 2 ആണ്. അപ്പൊ ഈ 2 എനിക്ക് ഡിവൈഡറിന്റെ മുകളിലേക്ക് പോകും. K യുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 6 ആണ്. സോ 6 ഇൻറ്റു 2 ഇൻറ്റു എപ്സിലോൺ നോട്ട് ബൈ A ബൈ D ആണ്. ഈ പറയുന്ന എപ്സിലോൺ നോട്ട് A ബൈ D എന്ന് പറയുന്നത് അല്ലേ 10 മൈക്രോഫാരഡ്. സോ 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 ആണ്. 12 ഇൻറ്റു ഈ പറയുന്ന 10. സോ ദ ഫൈനൽ ആൻസർ C2 ന്റെ വാല്യൂ എത്രയാണ്? 120 മൈക്രോഫാരഡ് വരുന്നുണ്ട്. ഓക്കെ. The uses of microwaves are, മൈക്രോവേവിന്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? It is used in the radar system, it is used in the electrical heaters, used in the medical imaging, used for fiber optic communication. Option A ആണ് റൈറ്റ് ആൻസർ. Microwaves are used in the radar system. Okay. ഓക്കെ, അപ്പൊ എന്താണ് മൈക്രോവേവ് എന്ന് പറഞ്ഞെങ്കിൽ ദേ ആർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും? 300 മെഗാഹെർട്സ് മുതൽ 300 ജിഗാഹെർട്സ് വരെയുള്ളതാണ് ഈ പറയുന്ന മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വേവ് ലെങ്ത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും? 1 മില്ലിമീറ്റർ മുതൽ 30 സെന്റിമീറ്റർ വരെയാണ് നമുക്ക് ഈ പറയുന്ന മൈക്രോവേവ്സിന്റെ വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന മൈക്രോവേവ്സ് റേഡിയേഷൻ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് മൈക്രോവേവ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് ഇൻഫ്രാറെഡ് റേഡിയേഷനും അതുപോലെ തന്നെ റേഡിയോ വേവ്സിന്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് ഈ മൈക്രോവേവ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ റേഡിയോ വേവ്സ് എവിടേക്കാണോ അതിന് ഏകദേശം അതിന്റെയൊക്കെ സിമിലർ ആയിട്ടുള്ള യൂസസ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, റേഡിയോ അസ്ട്രോണമിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, റിമോട്ട് സെൻസിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, റഡാർ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് അറിയാവുന്ന ഹൗസ് അല്ലെ, ഹീറ്റിംഗ് ആപ്ലിക്കേഷൻസിലായ ഹൗസ് ഹോൾഡിൽ നമ്മൾ മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൊബൈൽ ഫോണുകളിൽ എന്തുകൊണ്ടാണ് നമ്മൾ മൈക്രോവേവ്സ് യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോവേവ്സ് ആർ ജനറേറ്റിംഗ് എങ്ങനെയാണ്? ആന്റിനകൾ യൂസ് ചെയ്തിട്ടാണ്, ചെറിയ ആന്റിനകൾ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ നമുക്ക് മൊബൈൽ ഫോണിൽ ഒരു ആന്റിന ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പോസിബിളി അല്ല അല്ലെ. സോ ആ സൈസ് നമുക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൊബൈൽ ഫോണുകളിൽ മൈക്രോവേവ്സ് ആർ നമ്മൾ യൂസ് ചെയ്യാത്തത്. ഓക്കെ, the value of Bohr radius, Bohr radiusന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 6.29 into 10 to the power minus 1 minus 11 meter, 5.29 into 10 to the power minus 11 meter. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ബോർ റേഡിയസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ അതിന്റെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 0.529 into 10 to the power minus 8 സെന്റിമീറ്റർ ആണ്. അതിനെ നമുക്ക് ആംസ്ട്രോങ്ങിന്റെ രീതിയിൽ പറയാം 0.529 into 10 to the power minus 10 മീറ്റർ, അതല്ലെങ്കിൽ 0.529
ആംസ്ട്രോങ് എന്ന് പറയാം, അതല്ലെങ്കിൽ -11 മീറ്റർ എന്നുള്ള രീതിയിൽ നമുക്കതിനെ പറയാവുന്നതാണ്. ഓക്കെ. The half-life period of a radioactive substance is 30 days. What is the time for 3/4 of original mass to disintegrate? Okay. ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ മാസ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു 3/4 ഓഫ് ഒറിജിനൽ മാസ് അതിനെ ഒരു ഡിസിന്റഗ്രേറ്റ് ആവുന്നതിന് എത്ര ഡേയ്സ് എടുക്കുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 60 ഡേയ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് വിൽ ബി ആഫ്റ്റർ 3/4 അല്ലെ 3/4 ഒറിജിനൽ സബ്സ്റ്റൻസിൽ നിന്ന് 3/4 ആവുന്നതിന് എത്ര ടൈം എടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ n is equal to n0 minus 3n0/4 ആണ്, അതായത് n0 minus 3/4 ആണ് അല്ലെ. സോ n0/4 ആണ്. അപ്പൊ n/n0 എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ആണ്, 1/2 nth ആണ്. സോ 1/4 വരും നമുക്ക്. സോ 1/2 nth or അല്ലെങ്കിൽ n is equal to 2 വരണം. സോ ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ എന്താണ്? n into t1/2, that is n into 2 into 30 days. ടോട്ടലി നമുക്ക് 60 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. Two lenses of powers plus 6D and minus 2D are combined. The focal length of the combination, രണ്ട് ലെൻസുകളുടെ പവർ തന്നിട്ടുണ്ട്, പ്ലസ് 6D അതുപോലെ തന്നെ മൈനസ് 2D ആണ്. സോ ദ ടോട്ടൽ ഫോക്കൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത് കോമ്പിനേഷനിൽ. ഓപ്ഷൻ ബി 0.25 മീറ്റർ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി 0.25 മീറ്റർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് P1 എന്ന് പറയുന്നത് 6D ആണ്, P2 എന്ന് പറയുന്നത് മൈനസ് 2D ആണ്. അപ്പൊ അതിന് പവർ കമ്പൈൻ ചെയ്യുമ്പോൾ P1 പ്ലസ് P2 ആണ്. സോ 6 മൈനസ് 2 ആണ് വരുന്നത്. 4D വരുന്നുണ്ട് അല്ലെ. ഫോക്കൽ ലെങ്ത് F എന്താണ്? 1/4 ആണ്. സോ 1/4 എന്ന് പറയുമ്പോൾ 0.25 മീറ്റർ ആണ് വരുന്നത്. അതിന് നമുക്ക് 25 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലും പറയാൻ പറ്റും. If the input frequency is 50 Hz, what is the output frequency in a full wave rectifier? ഒരു full wave rectifierന്റെ output frequency എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൊടുക്കുന്ന ഒരു input frequency 50 ആണ്. So the option A 100 Hz ആണ് നമുക്ക് വരുന്ന ഒരു full wave rectifierന്റെ output frequency എന്ന് പറയുന്നത്. Okay, ഒരു full wave rectifier എന്ന് പറയുന്നത് എന്താണ്? both half cycles, ഒരു AC യിൽ വരുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രണ്ട് സൈഡിലും നമുക്കത് കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. സോ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ 50 ആണ് ഇൻപുട്ട് ഫ്രീക്വൻസി എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 Hz ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരു PYQ സെറ്റില് ഫിസിക്സിന്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.